ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്ന് നമ്മുടെ ടാങ്കുകളിലെ അവസ്ഥകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പം ഇന്ന് ചെയ്യാൻ പോണത് നമ്മുടെ ടാങ്കുകളിൽ മൊത്തമായുള്ള ഫിഷുകൾക്കൊക്കെ ഫംഗസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ നിറയെ ഫംഗസ് അടിച്ച ടാങ്കുകളാണ്. ഇതിലൊക്കെ ഫംഗസാണ്. അപ്പോൾ ഗപ്പിക്കും പ്ലാറ്റിക്കുമാണ് ഫംഗസ് അടിച്ചത്. ബാക്കിയുള്ള മീനുകൾക്കൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഈ ടാങ്കുകളിലൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും കാണാനില്ല. അത് നമ്മുടെ മിക്സ്ഡ് ഗപ്പി ടാങ്കാണ്. അപ്പോൾ ഇതിലൊക്കെ വന്നിട്ട് നമുക്ക് വാഴയിലേക്ക് ഇട്ടപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല. ഇതിലൊക്കെ മിക്സ്ഡ് ഗപ്പി ടാങ്കാണ്. നമ്മുടെ മോളി പ്ലാറ്റി അങ്ങനെയുള്ള ഫിഷുകളാണ് നമ്മുടെ ഇതിലുള്ളത്. ഇത് വന്നിട്ട് നമ്മുടെ മിക്സ്ഡ് ഫിമെയിലിൻ്റെ ടാങ്കാണ്. ഇതിലൊന്നും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇത് വന്നിട്ട് നമ്മുടെ പ്ലാന്റിനൊപ്പം നിറയെ നമ്മൾ മീനുകളുണ്ടാകും. ഇവർക്കൊക്കെ ചെറുതായിട്ട് ഫംഗസുകളൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ബ്രീഡായ കുഞ്ഞുങ്ങളെയൊക്കെയാണ് ഇതിലധികം കൂടുതൽ നമ്മൾ ഇട്ടത്. അവർക്കാണ് കൂടുതലും ഈ ഫംഗസിൻ്റെ ഇത് കാണിക്കുന്നത്. മറ്റേ ഫിഷുകൾക്കൊന്നും വലിയതായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല. ഈ മഴയുടെ അവസ്ഥ ഇതാണ്. ഇത് വന്ന് നമ്മൾ ഫുൾ റെഡ് ബ്രീഡായ കുഞ്ഞുങ്ങളെ നമ്മൾ മാറ്റിയിട്ടാണ്. അത് ഔട്ട്ഡോർ ടാങ്കിലാണ് നമ്മൾ ചെയ്യുന്നത്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല ആക്റ്റീവാണ്. കുഞ്ഞുങ്ങളൊക്കെ നല്ല ആക്റ്റീവാണ്. കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ വന്ന് നമ്മുടെ ഫൈറ്ററിന് ഫംഗസ് അടിച്ചായിരുന്നു. ഫംഗസ് അടിച്ച് ഇവർ ബ്രീഡായി കിടക്കുന്ന സമയത്താണ് ഈ ഫംഗസ് അടിച്ചത്. അതായത് നമ്മൾ ഇതെടുത്ത് മാറ്റി ഫംഗസിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പോൾ ചെറുതായിട്ട് മാറ്റങ്ങളുണ്ട്. ഇത് വന്ന് നമ്മുടെ ഗൗരാമിയാണ്. ഗൗരാമി ബ്രീഡായി കിടക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ ഇവർ ഭയങ്കര ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത്ര നേരം. നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ഫൈറ്റില്ല. അപ്പോൾ ഇതിൽ കുഞ്ഞുങ്ങൾ നിറയെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഒരു ഗപ്പി ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ, സീ യു.